ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റവ ലഡു ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ്. ഇപ്പോൾ ലഡു എന്ന് പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് റവ ലഡു. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. പല ആൾക്കാരും പലതരത്തിലാണ് റവ ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റവ ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കിട്ടിയപ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതുപോലെ ചേർക്കാം. അപ്പോൾ ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് കൂടുന്നതിനനുസരിച്ചിട്ട് നെയ്യിൻ്റെ ഒരു മണം ലഡുവിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു കയ്യിൽ ഒരു കയ്യ് അത്രയാണ് അണ്ടിപ്പരിപ്പ് എടുത്തേക്കണത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അണ്ടിപ്പരിപ്പ് ഒരുപാട് മൂത്ത് പോകരുത്. അതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വറുത്ത റവ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് വറുക്കാത്ത റവയാണെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാം. പക്ഷേ കുറച്ച് കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കണമെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് മാത്രമേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. ഇതിനൊപ്പം തന്നെ മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് നാളികേരം കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് വരും. ഇപ്പോൾ ഈ റവേന് നല്ല സ്മെല്ലാണ് വരുന്നത്. ആ നെയ്യിൻ്റെയും റവയുടെയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഞാനിത്. ഈ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഒരു 5 ഏലക്കായും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പഞ്ചസാര നന്നായിട്ട് ഈ റവയിലേക്ക് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. റവയുടെ കൂട്ട് ഞാനിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇത് അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കണം. നമുക്ക് കയ്യിന് താങ്ങാവുന്ന അത്ര ചൂടുള്ള സമയത്ത് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. നെയ്യ് ഒഴിക്കുക, ചെറിയൊരു ഭാഗത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കിയെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യണത്. ഇനി നെയ്യ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണില്ലെങ്കിൽ ചെറുതായിട്ട് ചൂടുവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ ചെറിയ ചൂടുള്ള പാലൊന്ന് തളിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ അമർത്തി ഉരുട്ടിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലഡു പൊടിഞ്ഞു പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മറക്കണ്ട. നെയ്യ് നന്നായിട്ട് ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുക ആദ്യം. അതിനുശേഷം വെള്ളം തളിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ചെറു ചൂടുള്ള പാല് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ഉരുളകളാക്കിയെടുക്കുക. ഇന്ന് എടുത്ത മെഷർമെൻറ്റ് കൊണ്ട് നമുക്ക് 13 ലഡുവാണ് ഇവിടെ കിട്ടിയേക്കണത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എണ്ണം വേണമെങ്കിൽ മാവിൻ്റെ അളവൊക്കെ ഡബിളായിട്ട് എടുത്താൽ മതി. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. നെയ്യ് കൂടുതൽ ഒഴിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അതുപോലെ അണ്ടിപ്പരിപ്പും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. പക്ഷേ നാളികേരം 1 കപ്പിന് 1 കപ്പ് എന്ന നിലയ്ക്ക് തന്നെ ഇടുക. അതല്ലാതെ കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതിലും കൂടുതലായാൽ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഈ മെഷർമെൻറ്റൊക്കെ ഫോളോ ചെയ്യുക. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും അടിപൊളി വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.